ചോദിച്ചത്, സ്വാമി വിശക്കുന്നോ? അപ്പോ രാത്രി അതിയായ വിശപ്പുണ്ടായി. പകലാണെങ്കിൽ പഴങ്ങളോ പച്ചവെള്ളമോ കഴിച്ച് വിശപ്പടക്കാം. ആ സമയത്ത് അർദ്ധരാത്രി ഒന്നുമില്ല. അപ്പൊ വിശന്നിരുന്നപ്പോഴാണ് വൃദ്ധനായ കുഷ്ഠരോഗി ഭഗവാനോട് ചോദിക്കുന്നത്, പിന്നെ സ്വാമി വിശക്കുന്നോ? എങ്കിൽ നമുക്ക് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞ കയ്യിലിരുന്ന മലർപ്പൊടി അഴിച്ചു വെച്ച് ആദ്യം അത് രണ്ടുപേരും കൂടി കഴിക്കുക. അതൊരുപിടി വാരി ഭഗവാൻ കഴിച്ചപ്പോഴാണ് തേടി അലഞ്ഞ ആ പരമസത്യം കാണുന്നത്. ആ കണ്ടപ്പോഴത്തേക്ക് ആ കണ്ട അവസ്ഥയെക്കുറിച്ച്, അപ്പൊ മനുഷ്യരാരും എത്തിപ്പറ്റാത്ത ഈ കൊടും വനത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ എത്തിപ്പറ്റിയപ്പോൾ അസാധാരണമായ ഒരു മനുഷ്യനാണെന്ന് പോലും ചിന്തിക്കാനുള്ള കഴിവോ മനസ്സോ ആ സന്ദർഭത്തിൽ കിട്ടിയില്ല ഗുരുവിന്. കാരണം അല്ലാതെ ഉള്ളിൽ ചെന്നപ്പോൾ 1 കോടി ദിവാകരൻ ഉദിച്ചുയരുന്ന പ്രതീതിയായിരുന്നു ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്. അങ്ങനെയാണ് ആ പരമാത്മ ജ്ഞാനം ഭഗവാന് കിട്ടുന്നത്. ഇത്രയും കഠിന തപസ്സിലൂടെയാണ് അത് കിട്ടുന്നത്. അപ്പൊ ഗുരുവിനോട് ആരൊക്കെ ഉണ്ടായിരുന്നോ? ഭഗവാൻ ശ്രീകൃഷ്ണൻ, മഹാദേവൻ, അതാ പറ ചമ്മട്ടിക്കോൽ കയ്യിലെന്തിക്കൊണ്ട് പരമാർത്ഥം പറയുന്ന കണ്ണനാണോ? ഗുരുവിനെ കുറിച്ച് അരയത്തി പെണ്ണിന്റെ പുത്രനായ നാൻമറകൾ തീർത്തൊരു വ്യാസനാണോ? ശ്രീബുദ്ധൻ വീണ്ടും ജനിച്ചതാണോ? ആരാണീ ദിവ്യമൂർത്തി? സ്നേഹസ്വരൂപനാം ക്രിസ്തുവാണോ? കാരുണ്യവാൻ മുത്തു നബിയാണോ? സത്യം ഞാൻ ചൊന്നിട കേട്ടുകൊള്ളു നിത്യം, സത്യമേതേ ഗുരു നാരായണൻ. ലോക ഗുരുക്കന്മാർ എല്ലാം ചേർന്ന് അവതാരമാർന്ന പരമ്പൊരുളെ. ലോക ഗുരുക്കന്മാർ എല്ലാം ചേർന്ന് അവതാരമാർന്ന പരമ്പൊരുളെ. ബൈബിളും ഖുറാനും ഉപനിഷത്തും സർവ്വതും, രാമായണവും ഭാഗവതവും ബൈബിളും ഖുറാനും ഉപനിഷത്തും ഇത് ഇത്രയും സർവ അതിനകത്തുള്ള സാരാംശം പൊരുളും അടങ്ങിയ ഒരു അവതാരമാണ്. അല്പം പോലും മായയില്ലാതെ പരമശുദ്ധമായ ജന്മമാണ്. അപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് മഹാദേവൻ ധ്യാനമുദ്രയിൽ. അപ്പം നമുക്കൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. നീ ധ്യാനമുദ്രയിൽ ഇരിക്കുന്നെങ്കിൽ നീ പൂർണ്ണനല്ലല്ലോ. അപ്പൊ നീ ആരെയോ ധ്യാനിക്കുന്നുണ്ടല്ലോ അല്ലേ? നീ ആരെയോ ധ്യാനിക്കുന്നു. അപ്പൊ ആരാണ്? നീ പൂർണ്ണനായില്ല. അവസാനം പൂർണ്ണനായി ആരിലൂടെ? ആ മഹാദേവന്റെ പുനർജനി, കൃഷ്ണന്റെ പുനർജനി. കലിയുഗത്തിൽ ഇവരെല്ലാവരും കൂടിയാണ് നാരായണ ഗുരു എന്ന ആ ചൈതന്യം വന്നിരിക്കുന്നത്. അതിന് മരുത്വമലയിൽ നിന്ന് പരമാത്മ ജ്ഞാനം കിട്ടിയപ്പോൾ ആ ജ്ഞാനം വൈഡൂര്യ കല്ലാണ്. ആ വൈഡൂര്യ കല്ലിൽ നിന്ന് അക്ഷരങ്ങളായി വാക്കുകളായി എഴുതിയതാണ് ഗുരുവിന്റെ കൃതികൾ. ഇതങ്ങോട്ട് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുമ്പോൾ? അപ്പം മനുഷ്യൻ എന്ത് വേണം? മനുഷ്യൻ നന്നാകുക. മതം ഏതായാലും മനുഷ്യൻ നന്നാകുക. ആ നന്നാകുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നാണ് ഈ തന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് രാമായണം, ഇത് തന്നെയാണ് ഖുറാൻ. അപ്പം ഈ ഖുറാനും ഇതെല്ലാം തന്നെ ശരിക്കു പറഞ്ഞാൽ നാരായണ ഗുരുദേവൻ തന്ന കൃതികളിലുള്ളത് ഇതിന്റെ മൊത്തത്തിനുള്ള ഗുളിയ പരുവത്തിലാക്കിയതാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികൾ. പക്ഷേ ആ കൃതികൾ കാണാൻ പഠിച്ചുകൊണ്ടിരുന്നാൽ ഒരു ഫലവുമില്ല. അപ്പം നമ്മൾ എന്ത് വേണം? കൂടുതൽ നമ്മൾ ഇഷ്ടദേവൻ. അപ്പൊ ആ ദേവനെ എങ്ങനെ നമ്മൾ കാണണം? പരമാത്മ സ്വരൂപ ശക്തിയെ ആ രൂപത്തിൽ കാണുക. അപ്പം കൃഷ്ണനെ കൃഷ്ണനായിട്ടോ ശിവനെ ശിവനായിട്ടോ അല്ലോ കാണണ്ടെന്ന് എൻ്റെ വീട്ടിൽ എല്ലാ ദേവന്മാരെയും ഇരുത്തിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന മക്കൾക്കൊക്കെ ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം എന്തിനാണ് ഇവിടെ അതെല്ലാം ഇരുത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ മൊത്തം കാണുന്ന ഒന്നിനെയാണ്. അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാ ഇതല്ല. നാനാത്വത്തിൽ നിന്ന് ഏകത്വം. അപ്പൊ ഈ എല്ലാത്തിലും എന്താ അടങ്ങിയിരിക്കുന്നതെന്ന് ഞാൻ അത് മനസ്സിലാക്കി കൊടുക്കുക.
നിങ്ങൾ ഏത് ദേവനെയോ നിങ്ങൾ പൂജിച്ചോ, പക്ഷേ പരമാത്മാ നാം ഓരോരുത്തരും ജനിക്കുമ്പോൾ വ്യത്യസ്തമായ രൂപം, വ്യത്യസ്തമായ നാമം, വ്യത്യസ്തമായ ചിന്താഗതി. പക്ഷേ ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു സംഭവമുണ്ട്, ജീവാത്മാവ്. ഇത് ഒന്നിൻ്റെ അംശമാണ്. ഇപ്പൊ ഇതെല്ലാം ഇന്ന് കാണുന്നെങ്കിൽ നാളെ ഇല്ലാത്തതാ. മനസ്സിലായില്ലേ? നാളെ ഇല്ലാത്തതാ. അപ്പോ നമ്മൾ കാണേണ്ടുന്ന ഈ രൂപങ്ങൾ മാത്രമേ ഉള്ളൂ. നാരായണ ഗുരുദേവന് സമാധിയായി 98 വർഷമായി. അപ്പം അത് ഏറ്റവും അവസാനമായി വന്ന് അത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. നാരായണ ഗുരുദേവനെ കണ്ടവരും അനുഗ്രഹം മേടിച്ചവരും ഇന്ന് ജീവിച്ചിരിക്കുന്നു. മറ്റതെല്ലാം നമ്മൾ സങ്കല്പിക്കുന്നു. എല്ലാം സങ്കല്പിക്കുമ്പോൾ അതിൻ്റെ പിൻഗാമികൾ അതിനകത്ത് മായം ചേർത്തിട്ടുണ്ടോ? അവരുടെ സംഘടനയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അത് ഈ മായം ചേർത്തോ? നമുക്കറിയാൻ പറ്റൂ? ഇല്ല. അപ്പൊ ആ കൃഷ്ണനോട് അടുക്കുമ്പോൾ കൃഷ്ണനിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്ന എന്താണോ? നാരായണ ഗുരുദേവനിൽ കൃതി പഠിച്ചോ ചോദിച്ചു വാങ്ങിച്ചതോ അല്ല അമ്മ. നാരായണ ഗുരുദേവൻ എന്താ ആഗ്രഹിക്കുന്നോ അത് ധർമ്മമാണ്. ആ ധാർമ്മികമായ ജീവിതം നയിച്ചതിന്റെ പേരിൽ ഭഗവാൻ പ്ലസ് മാർക്ക് തന്നാണ് ഭഗവാന്റെ ദർശനം തന്നത്. കാരണം ഈ കാലഘട്ടത്തിൽ അപ്പം എൻ്റെ കൂടെ പറഞ്ഞു, നീ എന്നെ ഒരു പുരുഷനായി ജനിപ്പിക്കാൻ എന്ത് അപവാദം ആക്ഷേപവും ഒക്കെ കേട്ട് മരിക്കാൻ തന്നെ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ട്. കാരണം നല്ലൊരു കുടുംബത്തിൽ ജനിച്ചതാണ്. നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് വിഷമമുണ്ട്. അപ്പം നമ്മൾ പൊതുപ്രവർത്തന രംഗത്ത് ഇറങ്ങിയപ്പോൾ അന്നത്തെ കാലഘട്ടമില്ലയോ, 1979 പൊതുപ്രവർത്തന സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ഇറങ്ങിയപ്പോൾ കുറേ ആക്ഷേപങ്ങളൊക്കെ കിട്ടി. അപ്പോഴും ഞാൻ ഭഗവാനോട് ചോദിച്ചു, നീ അറിവും കഴിവും ശക്തിയും സിദ്ധിയും ബുദ്ധിയൊക്കെ തന്നപ്പോൾ നീ പിന്നെ എന്നെ ഒരു പുരുഷനായി അങ്ങ് ജനിപ്പിക്കാഞ്ഞെന്ത്? ഞാനൊരു വാണ്ടക്കെട്ടെടുത്ത് തോളയിട്ടും കൊണ്ട് ഞാൻ പിന്നെ പാവപ്പെട്ടവന്റെ ചെറ്റക്കുടിലെല്ലാം കടത്തണ്ടേലും ഒക്കെ പോയിരുന്ന നിന്റെ നാമവും പാടി ധർമ്മവും പ്രചരിപ്പിച്ച് നടക്കില്ലായിരുന്നോ? സ്ത്രീയായ എനിക്ക് ഒരു പരിമിതി ഇല്ലയോ എന്ന് ഭഗവാനോട് ചോദിച്ചു. മറുപടി ഇല്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, സ്ത്രീകളിലൂടെയാണ് ഈ കാലഘട്ടത്തിൽ എപ്പോഴാണോ നാം ധർമ്മം കുറയുന്ന അപ്പോൾ നാം വീണ്ടും വരും എന്ന് കൃഷ്ണൻ പറഞ്ഞെങ്കിൽ അതിനൊക്കെ തക്കതായ യന്ത്രങ്ങളെ പണിഞ്ഞെടുത്തവരയക്കുകയാണ്. ഒരുപാട് യന്ത്രങ്ങളുണ്ട്. നമ്മുടെ പൊന്നുമോൻ അരുമ സന്താനമായ മോന് യാതൊരുവിധ കാമക്രോധ ലോഭ മോഹ മത മാത്സര്യം ഇത്യാദി ദുർഗുണങ്ങളെല്ലാം മാറി സ്നേഹം സത്യം സാഹോദര്യമെന്ന ആ സൽഗുണങ്ങളെ കൊണ്ട് നിറച്ച ഒരു കുഞ്ഞിൻ്റെ വീടാണിത്, മഠമാണിത്. അതാണ് നമ്മുടെ ഗുരുപ്രസാദ്, അവധൂത് ഗുരുപ്രസാദ്. അപ്പൊ ഇതുപോലുള്ള ആളുകൾ ധാരാളമുണ്ട്. നിങ്ങളെല്ലാം ഇത്രയും ശ്രദ്ധിച്ച് ഇതിനു വേണ്ടി നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം യോഗ്യതയുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾ യോഗ്യത ഉണ്ടെന്ന് മാത്രമല്ല, നിങ്ങൾ ഇന്ന് സമൂഹത്തിൻ്റെ ഒരു മുതൽ കൂട്ടാണ്. നിങ്ങൾക്കറിയാമല്ലോ ലോകത്ത് ഇപ്പം നടക്കുന്നത്. ഞാനെന്നും എൻ്റേതെന്നും എനിക്കെന്നുമുള്ള ആ ചിന്തയിലൂടെ കാണിക്കുന്ന കോപ്രായങ്ങളും അധർമ്മങ്ങളും എത്രമാത്രം വളരെ വലുതാണ്. അപ്പം സ്ത്രീകളിലൂടെ ഉദ്ധരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനൊക്കെ ആദ്യ കാലഘട്ടങ്ങളിലൊന്നും സ്ത്രീകൾ കൂടുതലൊന്നും പുറത്തിറങ്ങുന്ന സമയമല്ല. ഇപ്പം ഒരെണ്ണോ അകത്തില്ല, എല്ലാം പുറത്താണ് അല്ലേ? ആ പുറത്ത് വന്നപ്പോ അവരെല്ലാവരും സംഘടനയുണ്ട് കേട്ടാ. സംഘടിക്കൂ ശക്തരാകൂ എന്ന് നാരായണ ഗുരുവും പറഞ്ഞിട്ടുണ്ട്. ഇവര് ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാവരും സംഘടന. ആ സംഘടനയില് അവര് സംഘടിക്കുമ്പോൾ അവരുടെ ചിന്താഗതി എന്താണോ അത് നല്ലതാണോ ചള്ളാണോ? ഈ വന്നിട്ടുള്ളതായ സ്ത്രീകൾ ഈ കാലഘട്ടത്തില് സ്ത്രീ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഒരു കുടുംബത്തിൽ നല്ല സ്നേഹവും സന്തോഷവുമുള്ള ശാന്തതയുള്ള ക്ഷമയുള്ള ഒരമ്മയുള്ള വീട്, കുടുംബം, സന്താനങ്ങൾ, സർവ്വ ഐശ്വര്യമാണ്. അതിൽ നമ്മൾ കണ്ടത്. അതല്ലാത്ത അമ്മമാരുള്ളത് അടിച്ച് തകർത്ത് തരിപ്പടമാകും. അല്ല കാട്ടുതീ പോലെ ഒരു തീപ്പെട്ടി തിരി ഒരച്ച ഒരു കാട്ടുതീ എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തെ ഒഴുകുക. അതല്ലേ നടന്നിട്ടുള്ളത്, നമ്മളെ കണ്ടോണ്ടിരുന്നത്. അപ്പൊ ഇവിടെ സർവ്വസ്വാതന്ത്ര്യമുണ്ട്. അവരും ഇറങ്ങി കുടുംബജീവിതം നയിക്കുന്നതിന് കഠിനാധ്വാനം ചെയ്യാനും അവർ തയ്യാറാണ്. എല്ലാം കൊള്ളാം. പക്ഷെ അവരുടെ ചിന്താഗതിക്ക് ഒരു മാറ്റം വന്നാൽ കയ്യാലപ്പുറത്തിരിക്കുകയല്ലോ, അങ്ങോട്ട് പോവോ ഇങ്ങോട്ട് പോവോ എന്ന്. നന്മ നിറഞ്ഞതാണെങ്കിൽ ആ ചക്രം കറങ്ങി മുന്നോട്ട് പോകും.
തിരിച്ചാണെങ്കിൽ വെള്ളം കൊണ്ടുപോകും. കാരണം പരാശക്തിയായ ദേവി പരമാത്മ സ്വരൂപ ശക്തിയായ നാരായണ ഗുരുദേവനെ കൃഷ്ണയൊക്കെ പോലുള്ള നാരായണ ഗുരുദേവന്റെ ഒക്കെ പിന്നിൽ നിൽക്കുകയാണ്. ആ പിന്നിൽ നിൽക്കുകയാണ് ദേവി പരാശക്തി. അപ്പം പ്രൊട്ടക്ഷനാണ്, ലോകം ഭരിക്കുന്നു, അമ്മ പ്രൊട്ടക്ഷനാണ്. അപ്പൊ അമ്മയെ ധർമ്മോ അധർമ്മോ കണക്കിലെടുക്കുന്നു, അതിന് തക്കതായ ശിക്ഷ അമ്മ വെച്ചതാണ്. ക്ഷമയെന്ന് പറയുന്ന അമ്മയ്ക്കില്ല. അമ്മ നശിപ്പിച്ചു കളയും, അമ്മ നശിപ്പിച്ചു കളയും. ആ നശൂർണമാണ്. എപ്പോഴാണോ ധർമ്മം കുറയുന്നത്, കൃഷ്ണൻ വരുമെന്ന് പറഞ്ഞ കാരണം എന്താണ്? ധർമ്മം കുറഞ്ഞാൽ പരാശക്തിയെ പ്രകൃതിക്ഷോഭം ഉണ്ടാകും. അപ്പൊ ധർമ്മം എപ്പോ കുറയുന്നു അപ്പൊ പ്രകൃതിക്ഷോഭം ഉണ്ടാകും. പ്രകൃതിക്ഷോഭം അതിശക്തമായാൽ ലോകം മൊത്തം ഒലിച്ചു പോകും. അത് വരാതിരിക്കാനാണ് നാം വീണ്ടും വരുമെന്ന് പറഞ്ഞത്. ഇതുവല്ലോ മനസ്സിലാക്കിയിട്ടാണ് പൊന്നു തമ്പുരാനെ ഈ നാട്ടിൽ ഇത് നടക്കുന്നത്. ഇനി മക്കളെ, ഇനി സംഭവിക്കാൻ പോകുന്നത് പരാശക്തിയായ ദേവി എങ്ങോട്ട് നോക്കിയാലും ദേവിയെ കാണാം. ദേവി അതിൻ്റെതായ രൂപത്തിൽ നിൽക്കും. ദേവി രണ്ടിലൊന്ന് കൽപ്പിച്ച് ദേവി നിൽക്കും. അവരോട് കളിച്ചാൽ കളി പഠിപ്പിക്കും, അവരോട് സ്നേഹിച്ചാൽ അമ്മ ജീവനും തരും. തിരിച്ചാണെങ്കിൽ ലോകത്ത് മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുക, അവരുടെ കണ്ണുനീരൊക്കെ മണ്ണിൽ വീണാൽ തകർത്ത് തരിപ്പണമാകും. അവരെ പിന്നെ ഭൂമി വെച്ചേക്കുമെന്ന് തന്നെ സംശയമാണ്. അവരെയൊക്കെ വേണ്ടാത്തതിനെല്ലാം പറഞ്ഞു വിടും. അതൊക്കെയാണ് ഇനി വരും കാലങ്ങളിൽ നമ്മളെ കാത്തിരിക്കുന്നത്. അത് മാരക രോഗമാകാം, ഭൂമി ഉലുക്കമാകാം, വെള്ളമാകാം, പിന്നെ കാറ്റാകാം, അഗ്നിയാകാം. ഈ അവസ്ഥയിൽ വരാതിരിക്കാൻ വേണ്ടി ഇതുപോലുള്ള ശാന്തമായ സമാധാനപ്പെടുത്തി അമ്മയെ സ്നേഹിച്ചു അമ്മയോടൊപ്പം അലിഞ്ഞു ചേർന്നാൽ നമ്മളെ ഈ ലോകം രക്ഷിച്ചിട്ട് സ്ത്രീ എന്ന് പറയുമ്പോൾ ആണിനെയും പെണ്ണിനെയും പ്രസവിക്കുന്നതാണ്. ആണിനെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പെണ്ണ് തള്ളയുടെ കുഴപ്പമാണ്. തള്ളമാരെന്ത് വേണം? അത് ജനനം, കുട്ടി ജനിക്കുന്നത് നോക്കിയിരിക്കണ്ട. എവിടെ മുതലാണ് കുട്ടി സ്വഭാവ രൂപീകരണം വരേണ്ടത്? കുട്ടി വയറ്റി കിടക്കുമ്പോൾ മുതൽ അമ്മ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, അമ്മയുടെ ചിന്തയും അമ്മയുടെ കർമ്മവും എല്ലാം ക്ലിയർ ആണെങ്കിൽ ആ കുഞ്ഞ് പുറത്തു വരുമ്പോൾ ഈ ലോകത്തിന് നന്മ ചെയ്യുന്നതായിരിക്കും, വീടിനും നാടിനും ഒക്കെ മുതൽക്കൂട്ടുമായിരിക്കും എന്നാണ് എനിക്ക് അറിയാനുള്ളത്. ഉള്ളത് തന്നെ വല്ലതും തർക്കിക്കാൻ പറ്റും. വ്യക്തിത്വത്തെ ഇന്ന് നമ്മളോടൊപ്പം ലഭിച്ചു എന്നുള്ളത് നമുക്ക് ഈ ഒരു ചടങ്ങിലേക്ക് സാവധാനം കടക്കുകയാണ്. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു നവരാത്രിയുടെ പ്രത്യേകത എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ആദ്യം നമുക്ക് നോക്കാം. നമുക്കറിയാം, നവരാത്രി എന്നുള്ളത് അറിവിന്റെ ഉത്സവമാണ്. നമ്മുടെ ഭാരതത്തിന് ഒട്ടാകെ, ഭാരതം മുഴുവനും നവരാത്രി ആഘോഷിക്കാറുണ്ട്. നോർത്ത് ഇന്ത്യയിലെ ദസറ, കാളി പൂജ തുടങ്ങിയ പേരുകളിൽ നവരാത്രി ആഘോഷങ്ങൾ നമ്മൾ കണ്ടുവരാറുണ്ട്. അതിന് പിന്നിൽ ഓരോ കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ് ഈ നവരാത്രി എന്ന് പറയുന്നത്. ഈ 9 ദിവസം 9 ദേവിമാർക്ക് പ്രാധാന്യം നൽകി ആരാധിക്കുന്ന ഒട്ടേറെ സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ 9 ദേവിമാരെ എന്ന് പറയുന്നത് ആ ദേവിമാരുടെ ഭാവങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ദിവസം ശൈലപുത്രി, ബ്രഹ്മചാരിണി, അങ്ങനെ തുടങ്ങി 9 ദേവിമാരുടെ ആ ഭാവത്തെ ആരാധിക്കുന്നത്.
സൗത്ത് ഇന്ത്യയില് സരസ്വതി പൂജ എന്നാണ് ഈ നവരാത്രി മഹോത്സവത്തെ അറിയപ്പെടുന്നത്. 3 ദിവസമാണ് കേരളത്തില് സൗത്ത് ഇന്ത്യയിൽ മിക്കവാറും കണ്ടുവരുന്നത്. 3 ദിവസത്തെ ആഘോഷം. നമ്മുടെ ഈ നവരാത്രി ഗുരു ബൊമ്മഗുരുവിൽ നോക്കിയാല് നമുക്ക് 9 പടികൾ, ഏത് ബൊമ്മഗുരുവിൽ നോക്കിയാലും 9 പടികളെ കാണാം. ആ 9 പടികൾ 9 ദിവസത്തെ സൂചിപ്പിക്കും. നേരത്തെ പറഞ്ഞ 9 ഭാവങ്ങളുണ്ട്. ആ ഭാവങ്ങളെ സൂചിപ്പിക്കുന്ന ആ സ്റ്റാൻഡാണ്, ആ ദേവിമാരുടെ സ്റ്റാൻഡാണ് ഇവിടെ കാണുന്നത്. ഈ സ്ഥലത്ത് കാണുക. നേരത്തെ പറഞ്ഞ ഓരോ ദിവസം ഓരോ ദേവിമാരെ. ഈ ഗുരുവില് 3 ദേവിമാരുടെ സ്ഥാനം കാണാം ഏറ്റവും മുകളിലായിട്ട്. ഈ 9 ദിവസം ആരാധിക്കുന്നതിനോടൊപ്പം ഈ 3 ദേവിമാർക്ക് പ്രാധാന്യം നൽകിയാണ് ആരാധിക്കുന്നത്. ആദ്യത്തെ 3 ദിവസം കാളി അല്ലെങ്കിൽ ദുർഗാ ഉപാസന, അതിനുശേഷം അടുത്ത 3 ദിവസം ലക്ഷ്മി ദേവിക്കും, ലാസ്റ്റ് 3 ദിവസം അറിവിന്റെ ദേവതയായിട്ടുള്ള സരസ്വതി ദേവിക്കും. അതായത് ഒരു സാധകൻ ഉപാസന ചെയ്ത് ഉപാസനയുടെ വിജയം കൈവരിക്കുന്നത് ആ വിജയദശമി ആഘോഷിച്ചുകൊണ്ടാണ്. 9 ദിവസം അല്ലെങ്കിൽ 10 ദിവസം മാത്രം ആഘോഷിക്കുന്നതല്ല, നിരന്തരം ഇതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇതിന് പ്രാധാന്യം നൽകുന്നത് ഈ തത്വത്തെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ഒരു ആഘോഷ സമയത്ത്, ഈ നവരാത്രി ആഘോഷ സമയത്ത്. ഇതൊരു ധ്യാന സെന്ററാണ്. നീ ടു മീ എന്നുള്ളത് ധ്യാന സെന്ററാണ്. ധ്യാന സെന്ററില് പൂജകളോ ആരാധനകളോ അതിനല്ല പ്രാധാന്യം നൽകുന്നത്. ആന്തരിക നിരീക്ഷണമാണ് ഇവിടുത്തെ പൂജ. പലപ്പോഴും നമ്മൾ സാധകരോടും അദൂജിയോടും പലരും ചോദിച്ച ഒരു ചോദ്യമാണ്, ധ്യാന സെന്ററില് ആരാധനാമൂർത്തികൾക്ക് പ്രാധാന്യമില്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ നവരാത്രി ആഘോഷകാലങ്ങളിൽ ഇങ്ങനെ ഒട്ടേറെ ദേവീ ദേവന്മാരുടെയും ബൊമ്മകളുടെയും ഈ ഒരു ഉത്സവം നമ്മൾ ധ്യാന സെന്റർ കൊണ്ടാടുന്നത്? അതിനൊരു പ്രാധാന്യം ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ ഗുരുക്കന്മാരെല്ലാവരും ഓരോ ആചാരങ്ങൾ നമ്മളിലേക്ക് പകർന്നു തന്നത് ഒരു തത്വം ബോധിപ്പിക്കാൻ, ഒരേ ഒരു തത്വമേ ഉള്ളൂ, അതിനെ ബോധിപ്പിക്കാനാണ് എല്ലാ ആചാരങ്ങളും നമ്മളിലേക്ക് വരുന്നത്. ആ തത്വത്തെ സമൂഹത്തിലേക്ക് എത്തിക്കാനാണ് മീറ്റ് മീ ധ്യാന സെന്റർ ഇങ്ങനെ ബൊമ്മഗുരു ഒരുക്കിയിരിക്കുന്നത്. ഈ ബൊമ്മഗുരുവില് നോക്കിയാൽ നമുക്കറിയാം, കല്ലുണ്ട്, പുൽച്ചെടിയുണ്ട്, 6 കാലുള്ളവയുണ്ട്, 4 കാലുള്ളവയുണ്ട്, 2 കാലുള്ളവയുണ്ട്, വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന മീനുണ്ട്, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ആമയുണ്ട്, പറക്കുന്നവയുണ്ട്, ഇഴയുന്നവയുണ്ട്, പഞ്ചലോഹത്തിലുള്ള ദേവീ ദേവന്മാരുടെ വിഗ്രഹങ്ങളുണ്ട്, കളിപ്പാട്ടങ്ങളുണ്ട്. പല നമ്മുടെ പ്രപഞ്ചത്തിൽ നമുക്ക് എന്തെല്ലാം ദർശിക്കാൻ സാധിക്കുമോ അതിന്റെ എല്ലാം ഒരു പ്രതീകം, ഒരു മിനി പ്രപഞ്ചം നമുക്ക് ഈ ഗുരുവിൽ കാണാൻ സാധിക്കും. ധ്യാന സെന്റർ ഇങ്ങനെ ഗുരു സെറ്റ് ചെയ്തിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ 3 ദേവിമാരെ ധ്യാന സെന്ററിലെ 3 ഗുണങ്ങളായിട്ടാണ് കാണുന്നത്. ഈ 3 ഗുണങ്ങൾ എങ്ങനെയാണ്? നമ്മളിൽ തന്നെയുള്ള സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. നമ്മളെ നോക്കിയാൽ അറിയാം, നമ്മൾ മടി പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മൾ തമോ ഗുണത്തിലാണെന്നല്ലേ പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ദേഷ്യഭാവമാണ് നമ്മൾ കൂടി നിൽക്കുന്നെങ്കിലും നമ്മൾ രജോ ഗുണത്തിലാണെന്ന് പറയും. നമുക്ക് എല്ലാ കാര്യങ്ങളും ശാന്തമായിട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിലോ നമ്മൾ സാത്വിക ഗുണത്തിലാണെന്ന് പറയും. ഇപ്പൊ ഊർജത്തിന് സ്വഭാവങ്ങൾ കാണിക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. ഇത്രയും വൈവിധ്യമാർന്ന രൂപങ്ങൾ എങ്ങനെയുണ്ടായി? നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? സയൻസിൽ പഠിച്ചിട്ടുള്ളത്, ഒരു പദാർത്ഥം ഉണ്ടാവണമെങ്കിൽ അതിനുള്ളിൽ എന്തുണ്ട്? ആറ്റംസും മോളിക്യൂൾസും. അത് വിവിധ രീതിയിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് വിവിധ രൂപങ്ങൾ ഉണ്ടാവുക. വെള്ളമായിക്കോട്ടെ, വെള്ളത്തിൽ തന്നെ H2O, 2 ആറ്റംസും മോളിക്യൂളും ചേർന്നല്ലേ, ഹൈഡ്രജൻ ആറ്റം ഓക്സിജൻ ചേർന്നാണ് വെള്ളം ഉണ്ടാവും. അപ്പൊ ഒരു കോമ്പിനേഷനിലൂടെയാണ് എന്തും സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പം ആ ഒരു കോമ്പിനേഷൻ ഒരു രൂപത്തിന് ജന്മം നൽകി.
അപ്പൊ ആ രൂപം ഉണ്ടായാലോ നമ്മൾ അതിന് നാമം കൊടുക്കും. അങ്ങനെ വ്യത്യസ്ത സ്വഭാവങ്ങളും നാമരൂപാദികളുമായിട്ടുള്ള പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു. ആ ഊർജത്തെ ഈ ഒരു സ്വഭാവത്തിന് മാറ്റം വരുന്നത് നേരത്തെ പറഞ്ഞല്ലോ, ഊർജത്തിന് കാരണമാണ്. ഊർജത്തിന് വ്യതിയാനം സംഭവിച്ചതുകൊണ്ടാണ്. ഊർജം എന്താണ്? ആറ്റത്തിലുള്ളത് നമ്മുടെ ഊർജം തന്നെയാണ്. അപ്പൊ അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കമ്പയർ ചെയ്തപ്പോ രൂപങ്ങളുണ്ടായി. അങ്ങനെ നമ്മൾ നാമരൂപാദികളിൽ നിന്ന് കൂടി നോക്കിയാൽ വ്യത്യസ്തത തോന്നും. അതായത് ഇതില് 75ഓളം രാജ്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന വിഗ്രഹങ്ങളും മോണമെന്റ്സും എല്ലാം ഉണ്ട്. 3000-ലേറെ ബൊമ്മകളുണ്ട്. ഇങ്ങനെ നോക്കിയാൽ വ്യത്യസ്തം തോന്നും. എന്നാൽ ഇതിനുള്ളിൽ നേരത്തെ പറഞ്ഞ പോലെ ആ ഊർജത്തെയാണ് നമ്മൾ കാണുന്നെങ്കിലോ നമ്മുടെ പ്രപഞ്ചവും തമ്മിൽ ഒരു വ്യത്യാസമില്ല. നമ്മളിലുള്ളതും പ്രപഞ്ചത്തിലുള്ളതും ഒരേ ഒരു ഊർജം തന്നെയാണ്. ഇവിടെ ഊർജം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഊർജം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഊർജം പ്രവർത്തിക്കുന്നത് ഒരു ബോധത്തിന്റെ, ആ ശുദ്ധ ബോധത്തിന്റെ അണ്ടറിലാണ്. കോൺഷ്യസ്നസ് എന്ന് സയൻസ് പറയുന്നു. പ്രപഞ്ചം നിലനിൽക്കുന്നത് കോൺഷ്യസ്നസ്സിലാണെന്ന് പറയുന്ന പോലെ ഈ ഋഷിമാർ നമുക്ക് മുന്നിൽ പറഞ്ഞ ആ കോൺഷ്യസ്നസ് പറഞ്ഞതാണ് ബോധം അല്ലെങ്കിൽ പരബ്രഹ്മം എന്ന് പറയുന്നത്. അതിന്റെ അണ്ടറിൽ നിന്നാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അങ്ങനെ നോക്കുമ്പോ ഊർജവും ബോധവും മാത്രമേ ഇവിടെ ഉള്ളൂ, മറ്റൊന്നും ഇല്ല. ആ തത്വത്തെയാണ് മീറ്റുമീ ധ്യാന സെന്റർ സമൂഹത്തിലേക്ക്, ധ്യാന സാധകരിലേക്ക്, ജനങ്ങളിലേക്ക് ഇങ്ങനെ ഗുരു സെറ്റ് ചെയ്തിട്ട് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഈ നവരാത്രി കാലങ്ങളിൽ മീറ്റുമീ മെഡിറ്റേഷൻ സെന്റർ നൽകുന്നതാണ് മാർഗബന്ധു പുരസ്കാരം. ഈ മാർഗബന്ധു പുരസ്കാരത്തിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഒരു സാധകൻ അവൻ ചെയ്യുന്ന സാധന സമാജത്തിന് സേവനമായിട്ട് ചെയ്യുകയും അത് ജീവിതകാലം മുഴുവൻ അതിനെ പ്രകൃതിച്ചുകൊണ്ട് അതിന്റെ അണ്ടറിൽ നിന്നുകൊണ്ട് അതിനെ ഊന്നിപ്പിടിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സാധകന് കൊടുക്കുന്ന പുരസ്കാരമാണ് മാർഗബന്ധു പുരസ്കാരം. സാധാരണ പുരസ്കാരങ്ങളെല്ലാം ഒരു സദസ്സിന് മുന്നിൽ, ഒരു ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ചാണ് നൽകുന്നത്. എന്നാൽ മീറ്റുമീ മെഡിറ്റേഷൻ സെന്റർ സദസ്സിന് മുന്നിൽ വെച്ചല്ല നൽകുന്നത്. ഈ ഒരു നവരാത്രി ബൊമ്മഗുലുവിനെ, അതായത് ഒരു മിനി പ്രപഞ്ചത്തെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് സാധകരുടെ മുന്നിൽ വെച്ചാണ് ആ മഹാസാധകന് അല്ലെങ്കിൽ മഹാഗുരുവിന് നമ്മൾ സമർപ്പിക്കുന്നത്. കാരണം നമ്മളോടൊപ്പം ഈ പുരസ്കാരം സ്വീകരിക്കാൻ വന്ന ആ മഹാത്മാവ് അദ്ദേഹത്തിന്റെ സാധന, അദ്ദേഹത്തിന്റെ ഉപാസന സമൂഹത്തിന് വേണ്ടി ആ ബോധത്തിന്റെ ആ ഒരു സത്യം, ആ ബോധത്തിന്റെ അണ്ടറിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ ആ ഒരു മഹാഗുരുവിന്, മഹാസാധകന് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നവരാത്രി ബൊമ്മഗുരുവിന് മുന്നിൽ സാക്ഷിയാക്കിക്കൊണ്ട്, ഗുരുവിനെ സാക്ഷിയാക്കിക്കൊണ്ട് നമ്മൾ ഈ ഒരു പുരസ്കാരം ആ സാധകന് നൽകുന്നത്. അപ്പൊ നമുക്ക് ആ ചടങ്ങിലേക്ക് കടക്കുകയാണ്. മാർഗബന്ധു പുരസ്കാരം ഗുരുപ്രിയ മാതാജിക്ക് സമർപ്പിക്കാനായിട്ട് തിരുവനന്തപുരത്തെ ബാലരാമപുരം മീറ്റുമീ ധ്യാന കേന്ദ്രം ധ്യാന സാധകരുടെ ആത്മീയ വളർച്ചയ്ക്കും സമഗ്ര വികാസത്തിനുമായി പ്രവർത്തിച്ചു വരുന്നു. നവരാത്രി കാലങ്ങളിൽ ധ്യാന സെന്ററിൽ നടത്തിവരുന്ന ബൊമ്മഗുലു ഉത്സവത്തിൽ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ ആദരിക്കാൻ മീറ്റുമീ ധ്യാന കേന്ദ്രം തീരുമാനിച്ചു. അതിനാൽ ബൊമ്മഗുലു 2025 തിരഞ്ഞെടുക്കപ്പെട്ട ശ്രേഷ്ഠ വ്യക്തിത്വമായ മാതാ ഗുരുപ്രിയാജിക്ക് മാർഗബന്ധു പുരസ്കാരം നൽകി ധ്യാന സെന്റർ ആദരിക്കുന്നു. ഒരു സാധകൻ അവന്റെ സാധന തന്നെ സമാജ സേവനത്തിനായി സമർപ്പിച്ച് ജീവിക്കുന്നവർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് മാർഗബന്ധു പുരസ്കാരം.
ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളുടെ സേവനങ്ങൾ പ്രപഞ്ചത്തിന്റെ താളതലയം നിലനിർത്തുവാൻ വളരെ വലിയ പങ്കുവഹിക്കുന്നു. നിത്യസത്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് അവധൂത് ഗുരുപ്രസാദ്. Me to me, letter of recognition. Me to me, meditation center at Balamapuram, Thiruvananthapuram, aims at the holistic development of sadhakas towards self-realization through meditation. To fulfill the above goal, the center has decided to honor the selfless services rendered for betterment of materialistic and spiritual life on the occasion of Navratri Bommaguru Festival 2025. Hence, with great pleasure, the Margavandu Puraskaram is being conferred to Mata Gurupriya Mat Kottarakar for the noble humanitarian selfless service and holistic healing which maintains the balance in universal harmony in dedication to the eternal truth, Avadhuti. ഇതിന് ഈ ഒരു പുരസ്കാരം അർഹമാകുന്നതിന് അല്ലെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ആ സാധകന്റെ മനസ്സ് ശൂന്യമായിരിക്കണം. ആ ശൂന്യതയിലാണ്, ആ എംപ്റ്റിനെസ്സിലാണ് ഈശ്വര ചൈതന്യം വസിക്കുന്നത്. അതിനെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മള് മാർഗബന്ധു പുരസ്കാരത്തിന്റെ ഈ ഒരു മാതൃക ആ സാധകന് സമർപ്പിക്കുന്നത്. എന്തുകൊണ്ടും നമ്മുടെ ഗുരുപ്രിയ മാതാജി ആ ഒരു ശൂന്യമായ മനസ്സുകൊണ്ട് ആ ഈശ്വരന്റെ ഒരു ടൂളായിട്ട് നിന്നുകൊണ്ടാണ് അമ്മയുടെ സാധന സമാജത്തിന് വേണ്ടിയിട്ട് ഒരു സേവനമായിട്ട് ജീവിതകാലം മുഴുവൻ ഒഴിഞ്ഞു വെച്ചത്. എന്തുകൊണ്ടും ഈ ഒരു പുരസ്കാരം അമ്മയ്ക്ക് നൽകാൻ സാധിച്ചത് നമ്മൾ ധന്യമായിട്ട് കാണുകയാണ്. അമ്മ നമ്മൾ സാധകരോട് 2 വാക്ക് സംസാരിക്കുന്നു. ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഭഗവാൻ ശ്രീനാരായണ പരമഗുരവേ നമഃ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ ഹരേ
കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ നമ ശ്രീ ജാനകി കാന്ത സ്മരണേ ജയ ജയ രാമ രാമ ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. സ്നേഹനിധികളായ എല്ലാവർക്കും, പ്രത്യേകിച്ച് സ്നേഹനിധിയായ മോന് അവധൂത് ഗുരുപ്രസാദ് മോന്, വർഷങ്ങൾ കൊണ്ട് മോനുമായിട്ടുള്ള ആ കോണ്ടാക്റ്റിൽ എനിക്കൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പൊതുവിൽ എൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു ചിട്ടപ്പെടുത്താനും ഒക്കെ കഴിഞ്ഞു മോൻ്റെ സാന്നിധ്യം. അതുപോലെ തന്നെ എൻ്റെ അടുത്തിരിക്കുന്ന സ്വാമി ഗുരുദാസ് മോന്, ഞാൻ താമസിക്കുന്ന വീടിന് അടുത്താണ്. ഇടയ്ക്കിടയ്ക്ക് മടത്തി വരാറുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴും നല്ല സ്നേഹവും ആദരവും തന്നു എനിക്ക്. അതിനുശേഷം ഒരുപാട് ആത്മീയമായ ഉയർച്ച എനിക്കുണ്ടായി. അതിന് ഈ പ്രസ്ഥാനത്തോടും മോനോടും എല്ലാം ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. എന്തോ വലിയ ഒരു ചൈതന്യം മറ്റെങ്ങും നവരാത്രി പൂജകൾ നടക്കുന്നതിലും അപ്പുറം ആ നവരാത്രി പൂജ നടക്കുന്നതിന് ഒരർത്ഥം ഉണ്ടല്ലോ. ആ അർത്ഥം തികച്ചും അത് യാഥാർത്ഥ്യമാക്കിയാണ് ഇവിടെ ഇത് കർമ്മം ചെയ്യുന്നത്. മീ ടു മീ ചാനൽ, മീ ടു മീ മെഡിറ്റേഷൻ ചാനൽ എന്ന് പറയുമ്പോൾ തന്നെ എന്നിൽ നിന്ന് എന്നിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മളിൽ തന്നെ ഇരിക്കുന്ന ഈശ്വരനെ നാം കണ്ടെത്തുന്നു. അപ്പം നമ്മളിൽ നിന്ന് ആ ഈശ്വരൻ, നമ്മളിൽ കുടികൊള്ളുന്ന ഈശ്വരനിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ്. ആ യാത്ര ചെയ്യുമ്പോൾ നമ്മളിൽ അടങ്ങിയിരിക്കുന്ന ദുർഗുണങ്ങൾ എല്ലാം അകന്നു പോയാൽ മാത്രമേ നമുക്ക് ഉള്ളിലിരിക്കുന്ന ഈശ്വരനിൽ എത്തിച്ചേരാൻ പറ്റൂ. അവിടെ കുടത്തിലെ വിളക്ക് പോലെ കാമക്രോധ ലോഭ മോഹ മത മാത്സര്യ ഡംഭിത്യാദി ദുർഗുണങ്ങളാകുന്ന കൂടത്തിൽ ഈ ഈശ്വരീയത, ആത്മീയത, ജീവാത്മാവ് മൂടപ്പെട്ടിരിക്കുകയാണ്. ആ മൂടപ്പെട്ടിരിക്കുന്ന ആ ആത്മാവിനെ നമുക്ക് അനുഭവാവസ്ഥയിലെത്തണമെങ്കിൽ നമ്മൾ കൂടുതൽ ജാഗ്രതയോടുകൂടി നമ്മുടെ ഓരോ ചുവടുവെപ്പിലും നമ്മൾ അത് തന്നെ ഈശ്വര പൂജയാക്കി മാറ്റുക, അത് ദേവി പൂജയാക്കി മാറ്റുക. എന്നാൽ മാത്രമേ അവിടെ ചെല്ലാൻ പറ്റൂ. കാരണം ഈ കുടമെന്ന് ഞാൻ സൂചിപ്പിച്ചത് അത് ഉടച്ചു കളയാൻ പറ്റുന്നതല്ലല്ലോ. അത് അല്പാൽപമായി അത് വർഷങ്ങൾ, ഇപ്പം ഒരാളും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ 1 വർഷമോ 6 മാസമോ 1 വർഷം ആകുമ്പോഴേക്കും എല്ലാം ആയി എന്ന് തോന്നണ്ട. എപ്പോഴാണോ മുജ്ജന്മ ഈ ജന്മ പാപങ്ങളെല്ലാം ഇല്ലാതെയായി അവസാന ലക്ഷ്യത്തിലെത്തുക, തടസ്സങ്ങൾ മാറി അവിടം വരെ അപ്പോഴാണ്. അപ്പം അത് നമുക്ക് ചിന്തിക്കണ്ട ഇപ്പം കിട്ടും പിന്നെ കിട്ടുമെന്ന്. അത് നമ്മളെ തേടി വരുന്നത് നമ്മുടെ പ്രവർത്തനം കൊണ്ടും മനസ്സ വാച കർമ്മണ അതിലൂടെയാണ് ആ ലക്ഷ്യത്തിൽ എന്നിലിരിക്കുന്ന ഈശ്വരനെ എനിക്ക് കണ്ടെത്താൻ പറ്റുന്നത്. അങ്ങനെ കണ്ടെത്തുമ്പോഴുണ്ടാകുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും ആ അനുഭവം കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് ആർക്കും അറിയില്ല. ഒരു 100 പറയാൻ പറ്റില്ല. 10,000-കണക്കിന് ജനങ്ങളുടെ ഇടയിൽ 2, 3, 4, 5 പേർക്കായിരിക്കും ആ അനുഭവം ലക്ഷ്യത്തിലെത്താൻ കഴിയുന്നത്. എന്തായാലും ഉണ്ട്, ഇല്ലാതില്ല. ലോകമാസകലം ഉണ്ട് അത്തരക്കാർ. അവരുടെ സ്പർശനവും ദർശനവും പ്രസാദവും ശബ്ദവും ഒക്കെയാ സ്പ്രെഡ് ചെയ്തിട്ടാണ് ഈ ലോകത്ത് മൊത്തമായി വെള്ളം കൊണ്ട് പോകാത്തത്.
നമ്മളെ കൃഷ്ണഭക്തനായ നമ്മുടെ അവധൂത് ഗുരുപ്രസാദ്, നമ്മുടെ അദ്ദേഹത്തിന് അറിയാമല്ലോ, അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെ ഞാൻ പറയാ, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, എപ്പോഴാണോ ധർമ്മം കുറയുന്ന അപ്പോൾ നാം വീണ്ടും വരുമെന്ന്. അപ്പൊ വരുന്നത് ഏത് രൂപത്തിലാണ്, ഏത് നാമത്തിലാണെന്ന് നമുക്കറിയില്ല. അപ്പൊ പല രൂപത്തിലും വരും. ലോകത്തിന്റെ പല ഭാഗത്തും അവധൂത് ഗുരുപ്രസാദ് മോനെ പോലെ ഉള്ളവർ ജനിച്ചിട്ടുണ്ട്. നാം വീണ്ടും വരുമെന്ന് പറഞ്ഞാൽ ഈ കലിയുഗത്തിൽ എത്രയോ പേര് ജനിച്ചിട്ടുണ്ട്. ആ ജനിച്ചവരെല്ലാം ആത്മീയ തലത്തിലാണ്. അത്തരക്കാരെ എല്ലാം ഈ ലോകത്ത് സമൂഹം തന്നെ ഈ ദുർഗുണങ്ങളുള്ള ദുഷ്ടരായ അധർമ്മികളായ ആളുകളെ ചവിട്ടി തേച്ച് കളഞ്ഞിരിക്കുക. അവർക്ക് യാതൊരുവിധ വിലയോ അവരെ വാക്കിനോ കൊടുക്കില്ല. പക്ഷെ അവരുടെ പാദസ്പർശം ഏറ്റത് കൊണ്ടും അവരുടെ ദർശനം കൊണ്ടുമൊക്കെയാണ് ഈ ലോകം അങ്ങോട്ട് ചക്രം കറങ്ങി പോണത്. അതാരും അറിയുന്നില്ല. ദുഷ്ടരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നമ്മളെ തേടി വരുന്ന മാരക രോഗങ്ങളും കൊറോണ പോലെയുള്ളത്. അതിൻ്റെയൊക്കെ കാര്യങ്ങള്, ആ അവസ്ഥകളെ കുറിച്ചൊക്കെ മനനം ചെയ്യുമ്പോൾ മനസ്സിലാവും. അങ്ങനെ വരുമ്പോൾ പ്രകൃതി ആരാണ്? ഇപ്പൊ നേരത്തെ 3 ദേവിമാരെ കാര്യം പറഞ്ഞല്ലോ. ഈ 3 ദേവിമാരും 3 രൂപത്തിൽ വന്ന് 3 വ്യത്യസ്തമായ ചിന്താഗതി അവർക്കുണ്ടെങ്കിൽ അവരെല്ലാം ഒന്നിന്റെ തന്നെ ലോക മാതാവായ ആദിപരാശക്തി അമ്മ ലോകമാതാവിന്റെ പ്രതിരൂപങ്ങളാണ്. എത്രയോ ദേവികൾ ഉണ്ട്, അതെല്ലാം ഒന്നിൽ നിന്ന് വന്നതാ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പൊ നമുക്കറിയാം എത്ര ദേവിമാര് വന്നെന്നും ഓരോ കാലഘട്ടങ്ങളിൽ ദേവിമാര് വന്ന് ദുഷ്ടനെ നിഗ്രഹം ചെയ്യുന്നു. ആ ദുഷ്ടനെയൊക്കെ നിഗ്രഹം ചെയ്തതൊക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ദേവി രൂപമെടുക്കുകയാണ് ചെയ്യുന്നത്. ആ രൂപമെടുത്തിട്ട് ആ ദൗത്യം അമ്മ വരുന്ന എന്തിനു വേണ്ടിയാണോ രൂപമെടുത്തത്, ആ ദൗത്യം പൂർത്തിയാക്കിയിട്ട് അമ്മ എന്ന ചൈതന്യം പൂർവസ്ഥിതിയിലെത്തുകയും ആ രൂപം നിലനിൽക്കുന്നു. അതാണ് ദേവിമാരുടെ എണ്ണം കൂടുന്നത്. ഇതെല്ലാം ദേവി തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പൊ സർവചരാചരങ്ങളും നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് എന്തൊക്കെ കാണുന്നോ അത് മൊത്തം പരാശക്തിയായ ദേവിയുടെ സൃഷ്ടിയാണ്, ദേവിയുടെ പ്രതിരൂപമാണ്. ഇതൊക്കെ പഠിക്കാൻ മനസ്സിലാക്കാൻ സിദ്ധന്മാര്, അനുഗ്രഹമുള്ളവര്, കാരണം ദേവി പ്രവർത്തിക്കുന്ന ശരീരങ്ങൾ, യന്ത്രങ്ങളുണ്ട്, ഒരുപാട് യന്ത്രങ്ങൾ. ആ യന്ത്രങ്ങളിലൂടെയാണ് നമുക്ക് കാലഘട്ടത്തിനനുസരിച്ച് സ്ഫുടം ചെയ്ത് വചനങ്ങൾ നമുക്ക് തരുന്നത്. അപ്പോൾ ഈ ദേവന്മാര് ദേവിയായിട്ടും ദേവി ദേവനായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. എങ്കിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ നാം ഫേസ് ചെയ്യുന്ന വർത്തമാന കാലത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പുരുഷന്മാരൊക്കെ പണ്ടേ സ്ത്രീയായി വന്നിട്ടുള്ളതും സ്ത്രീകളൊക്കെ പുരുഷനായി വരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പുരുഷനായി വന്ന് സ്ത്രീയായി വന്ന് പ്രവർത്തിക്കുമ്പോൾ ഒരുപക്ഷെ സ്ത്രീകളെ തന്നെ പേടിപ്പിച്ചു വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവന് ഓപ്പോസിറ്റായ അടുത്തൊരു ജന്മം വരികയാണ്. ഇതെല്ലാം ദേവിയുടെ കോപത്തിൽ നിന്ന് വരുന്നതാണ്. ആ ദുഷ്ടത ചെയ്യുന്നവരെ നിഗ്രഹം ചെയ്യുന്നു. ദേവന്മാർക്ക് ഒരു ഭാവവും ദേവിക്ക് 2 ഭാവവുമാണ്. ആ 2 ഭാവം എന്ന് പറയുന്ന ഒന്ന് രൗദ്രഭാവവും ഒന്ന് സൃഷ്ടിഭാവവും. രൗദ്രഭാവം സംഹാരഭാവം, സൃഷ്ടിഭാവം സ്നേഹഭാവം. ആ സ്നേഹഭാവത്തെ കുറിച്ച് വർണ്ണനാതീതമാണ്. അതിനെക്കുറിച്ച് ഞാനൊന്ന് വർണ്ണിക്കാൻ വേണ്ടി ചിന്തിച്ച് ആ സ്നേഹഭാവത്തെ കുറിച്ച് ചിന്തിച്ച് എനിക്ക് കിട്ടിയത് ഒരു കാര്യമാണ്. അതുകൂടെ പറയാ. ഇപ്പം ഒരമ്മ ഗർഭിണിയായി, പൂർണ്ണ ഗർഭിണിയായി, ഹോസ്പിറ്റലിൽ പ്രസവത്തിന് ചെന്നു. അവിടെ അമ്മയ്ക്ക് പേറ്റുനോവ്. ഇത് പ്രകൃതി നിയമം അനുസരിച്ച് പേറ്റുനോവിനെ കുറിച്ചാ പറയുന്നത്. ഇന്നത്തെ കാലത്ത് പേറ്റുനോവൊന്നുമില്ല. അതൊക്കെ ഡേറ്റും സമയവും എല്ലാം കുറിച്ച് ഡോക്ടർ കൊടുക്കുന്ന സമയത്ത് വയറുകറി എടുക്കുക. നോവും നൊമ്പലും ഒന്നും സഹിക്കാൻ ഇന്നത്തെ കാലത്തെ കുട്ടിയൊക്കെ വയ്യ. അതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഈ പറഞ്ഞോണ്ട് വരുന്നത്, പേറ്റുനോവ് വന്ന് പ്രസവിക്കുക. അപ്പൊ പേറ്റുനോവ് വന്ന് പ്രസവിക്കുന്ന അമ്മ വളരെയധികം വേദന സഹിച്ചാണ് ആ കുട്ടിയെ പ്രസവിക്കുന്നത്. അപ്പോ ആ പ്രസവിക്കുമ്പോൾ
ഡോക്ടറോ നേഴ്സോ, ഡോക്ടർ തന്നെയാണ് പെട്ടെന്ന് ആ കുട്ടിയെ അമ്മയെ കാണിക്കുക. അപ്പൊ അമ്മ ആ കുഞ്ഞിനെ കാണുമ്പോൾ ആ പെറ്റ അമ്മയുടെ നോവ് മാറുന്നത് എപ്പോഴാണ്? ആ കുഞ്ഞിനെ കാണുമ്പോൾ അല്ലേ? ആ പിഞ്ചു കുഞ്ഞിനെ, പ്രസവിച്ച കുഞ്ഞിനെ കാണുമ്പോൾ അമ്മയ്ക്ക് പേറ്റുനോവ് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ കുഞ്ഞിന് അമ്മയോടുള്ളതും അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കുറിച്ച് വർണ്ണിക്കാൻ പറ്റില്ല. ആ അവസ്ഥയാണ് സൃഷ്ടിയാകുന്ന അമ്മ ലോകമാതാവിന് അമ്മയുടെ അരുമ സന്താനങ്ങളായ ഈ ലോകത്തുള്ള സർവ്വ ചരാചരങ്ങൾക്കും എന്നുള്ളത് നമ്മൾ മറക്കണ്ട. പിന്നെ അമ്മയ്ക്ക് പ്രകൃതി നിയമം അനുസരിച്ച് ഒരു ഭാവം കൂടെ ഉണ്ട്. അത് രൗദ്രഭാവം എന്ന് പറയും. ആ രൗദ്രഭാവം എന്ന് പറഞ്ഞാൽ നിയമമാണ്. സൃഷ്ടി ഉണ്ടെങ്കിൽ എന്തുകൂടിയുണ്ട്? സംഹാരവുമുണ്ട്. അപ്പൊ സൃഷ്ടിയും സംഹാരവും അമ്മ തന്നെയാണ്. അപ്പൊ അവിടെ സംഹാരം, ആ ഭാവം രൗദ്രഭാവം വന്നാണ് അമ്മ സംഹരിക്കുന്നത്. അപ്പോ അമ്മയെ സംബന്ധിച്ച് പറയുമ്പോ ലോകമാതാവ് സാധാരണ ദേവന്മാരെ പോലെയൊന്നും അല്ല. അമ്മ ഇത്തിരി പെശകാണ്. അമ്മയ്ക്ക് കോപം വന്നാൽ പിന്നെ വെച്ചേക്കുന്ന പ്രശ്നമില്ല. അമ്മ വരുന്ന കാറ്റായി വരും, വെള്ളമായി വരും, അഗ്നിയായി വരും, മാരക രോഗങ്ങളായി വരും. അമ്മക്കറിയാമല്ലോ ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഭൂമി കുലുക്കവും ഒക്കെ അറിയാമല്ലോ. ലോകത്തിൻ്റെതെല്ലാം ഭാഗങ്ങളിൽ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവുന്നു, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, നമ്മൾ ഭയക്കുന്നു, കുറച്ചു കഴിയുമ്പോൾ അത് മാറുന്നു, വീണ്ടും നമ്മുടെ കയ്യിലിരിപ്പ് മോശമായി വരുന്നു, പിന്നെയും പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവുന്നു. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അമ്മ വെച്ചേക്കുന്ന പ്രശ്നമില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത് ലോകം ഒന്നോടെ നശിക്കുന്നില്ല. പലരും പറഞ്ഞു ലോകം അവസാനിക്കും, കലിയുഗത്തിൽ അവസാനിക്കില്ല. ലോകചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും. കാരണം ഭാരതമെന്ന് പറയുന്നത് എത്ര മഹാന്മാരായ ഋഷീശ്വരന്മാർ ഇവിടെ വന്നിരുന്ന് തപസ് ചെയ്ത് പരമദൈവത്തിന്റെ പരമസത്യങ്ങൾ നേടിയെടുത്ത് ഈ ലോകത്തിന് കാഴ്ചവെച്ചാണ്. അപ്പോൾ ഈ ഭാരതമെന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ തന്നെ പ്രകാശ ഗോപുരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഈ ഭാരതത്തിൽ ജനിച്ച മനുഷ്യന് കാട് കയറി ചിന്തിക്കുക. കാരണം ജനിക്കുമ്പോൾ വ്യത്യസ്തമായ രൂപവും വ്യത്യസ്തമായ നാമവും വ്യത്യസ്തമായ ചിന്താഗതിയും. അപ്പൊ ദേവന്മാരെ എടുത്താലും അതില്ലയോ? കാരണം ദേവിമാര് തന്നെ ഇപ്പൊ 3 ദേവി ഉണ്ടെങ്കിൽ 3 പേർക്ക് ഇഷ്ടമുള്ളത് 3 രീതിയാണ് ദേവന്മാർക്ക് ഇഷ്ടമുള്ളത്. ഇപ്പൊ ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞാലും ചിലപ്പോ ദേവിമാർക്ക് വ്യത്യാസം. ഒരു ദേവിക്ക് ഭദ്രക്കല്ലേ കട്ടിപ്പായസം അല്ലേ, കട്ടിപ്പായസം, അങ്ങനെ ഓരോരുത്തർക്ക് ഓരോന്ന്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ മനുഷ്യനും ദൈവത്തിന്റെ പ്രതിരൂപമാണ്. ആ മനുഷ്യനും വ്യത്യസ്തമായ രൂപം, വ്യത്യസ്തമായ നാമം. ഇത് സങ്കല്പമാണ്. രൂപമോ ഇന്ന് കാണുന്ന നാളെ ഇല്ലാത്തതാണ്. അപ്പം നാമമോ അത് പടച്ചതമ്പുരാൻ വരച്ചു വിടുന്നതല്ല, ഇത് നമ്മൾ തന്നെയാണ് ഒരു പേരിടുന്നത്. ചിന്താഗതിയോ ആ ചിന്താഗതി ഈ കാണുന്ന ഈ ലോകത്തോട്ട് പറന്നു വീഴുമ്പോൾ എന്തൊക്കെ കണ്ണുകൊണ്ട് കാണുന്നോ ആ കാണുന്നതിനകത്തങ്ങ് ഭ്രമിച്ചു അതിലേക്കങ്ങ് മോഹം വരികയാണ്. അപ്പൊ പിന്നെ ആ വഴി അങ്ങ് പോകുമ്പോ കാടങ്ങ് കയറിക്കഴിഞ്ഞു. ദൈവമേ എന്ന് ചിന്തിക്കാതെ കാട് കയറി ഞാനെന്നും എന്റേതെന്നും എനിക്കെന്നുമുള്ള മോഹഭ്രമത്താൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരവസ്ഥ. അപ്പോൾ നമ്മൾ ആരാകുന്നു? അപ്പൊ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നാം ചെയ്യുന്ന കർമ്മങ്ങൾ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മറ്റുള്ളവർക്ക് ദോഷകരമായി വരുന്നു. അതിനെയാണ് അധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നല്ല ചിന്താഗതിയുള്ള ദൈവത്തെ മനനം ചെയ്ത് ജീവിക്കുന്ന ജീവിതം ദൈവത്തിന്റെ മുന്നിൽ പൂജയായി സമർപ്പിക്കുന്നവർക്ക് എപ്പോഴും ദൈവത്തിനുമായിട്ട് ഇഴുകിച്ചേരുവാണ്. അവരെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ദൈവത്തിന്റെ പ്രതിരൂപങ്ങൾ. അവരിലൂടെയാണ് ഈശ്വരൻ അവരുടെ ചെവി കൊണ്ട് കേൾക്കും, അവരുടെ കണ്ണുകൊണ്ട് കാണും, അവരുടെ നാവ് കൊണ്ട് പറയും. ഇതൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള യന്ത്രങ്ങൾ ആയിക്കൊണ്ടിരിക്കണം. ഇനി കൂടുതൽ വരണം.
കൂടുതൽ പേരും അധർമ്മികളായി മാറിയിട്ടുണ്ട്. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ അവസ്ഥയിലേക്ക് കൃഷ്ണൻ വീണ്ടും വരുന്നു. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ കാലഘട്ടമാണ്. കൃഷ്ണന്റെ അവതാരം തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഈ കലിയുഗത്തിൽ ഗുരുദേവന്റെ ദർശന സന്ദേശങ്ങളെന്ന് പറയുന്നത് ഈ ഭാഗവതത്തിലും ഖുറാനിലും ഭഗവത്ഗീതയിലുമെല്ലാം അടങ്ങിയിരിക്കുന്ന സത്ത് തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പോ അത് ഇപ്പോൾ ഗുളികപ്പരുവത്തിൽ, അപ്പൊ മനുഷ്യായുസ് മൊത്തം പുസ്തക പുഴുക്കളായിരിക്കാതെ അതിനെ ഒരു ഗുളികപ്പരുവത്തിൽ തന്നതാണ് ശ്രീനാരായണ ഗുരുദേവൻ. അപ്പോഴും ഈ ഗുളികയും കഴിച്ചുകൊണ്ടിരിക്കാതെ ഈശ്വരനെ മനനം ചെയ്ത്, ഗുരുവിനെ ആയാലും കൃഷ്ണനെ ആയാലും ഇഷ്ടദേവനെ മനനം ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം, എത്ര ക്ഷേത്രങ്ങളിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പോകുമ്പോഴെല്ലാം ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ 100 ക്ഷേത്രത്തിൽ പോയാലും നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് ഞാൻ പറയുന്ന ഒരു വചനം. എന്താ, ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ നിങ്ങൾ അവിടെ പരമശിവനാണ് ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ പരമശിവന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് നിങ്ങൾ ശിവനെ നല്ല വിളിക്കേണ്ടെന്നത് കേട്ടോ. സർവശക്തനായ ദൈവമേ എന്ന് വിളി. ശിവന്റെ രൂപത്തിൽ സർവശക്തനായ ദൈവമേ എന്ന് വിളി. അടുത്തത് കൃഷ്ണക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴും സർവശക്തനായ ദൈവമേ എന്ന് വിളി. അപ്പൊ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും അവിടെ കുടിയിരിക്കുന്ന ദേവനെ ആ ദേവന്റെ രൂപത്തിലും ആ സങ്കല്പത്തിലുമല്ല നിങ്ങൾ കാണുന്നത്, സർവശക്തനായ ദൈവത്തിന്റെ ഒരു പ്രതിരൂപമായി അതിനെ കാണുക. അപ്പൊ നിങ്ങൾ ആദ്യം പോയ ക്ഷേത്രത്തിൽ നിന്ന് രണ്ടാമത് പോണത് വീണ്ടും പരമാത്മ പൂജയാണ്, സാധനയാണ്. അടുത്തതും പരമാത്മ പൂജയാണ്. അപ്പൊ നിങ്ങൾക്ക് തുടർന്ന് ഇത് സാധന അവസ്ഥയിലാവുകയും അത് അവസാനം എന്തായി വരും, നിങ്ങൾക്കതിന് മോക്ഷപ്രാപ്തിയിൽ നിങ്ങൾക്ക് എത്താനും കഴിയുന്നുണ്ട്. അല്ലാതെ അവിടെ ചാടി അവിടെ ഒരു ദൈവത്തെ കണ്ടു, അടുത്തൊരു ആൾക്കൂട്ടമുണ്ട്, അവിടെ ഇരിക്കുന്നത് അവിടെ കൂടുതൽ ശക്തിയുണ്ട്, അപ്പുറത്ത് പോയാൽ ഇങ്ങനെ പോയി ഓടി നടന്നിട്ടൊന്നും ഒരു കഥയില്ല, പണം ചെലവാക്കിയിട്ട് ഒരു കഥയില്ല. ഏത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ പേര് വിളിച്ചോ, പക്ഷേ ഈ സർവശക്തനായ ദൈവം തമ്പുരാന്റെ ഒരു പേരും മറ്റൊരു രൂപമായിട്ട് കാണുക. അവിടെ ഇരിക്കുന്ന സർവശക്തൻ എന്ന് പറയുമ്പോൾ ആ സർവശക്തന്റെ അംശമാണ് എന്റെ ജീവശക്തി, എന്റെ ജീവാത്മാവ്. അപ്പോൾ നാം സർവശക്തൻ എന്ന് പറയുമ്പോൾ അത് ആരാണ്? പരമാത്മാവാണ്. ആ പരമാത്മാവിനോട് നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കുക. ഏത് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴും ആ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്രത്തിൽ പോകുമ്പോഴും നമ്മൾ അടുത്തുകൊണ്ടേ ഇരിക്കുന്നത് പരമാത്മാവിനോടാ. അപ്പൊ പരമാത്മാവിനോട് അടുത്തടുത്തടുത്തടുത്ത് അവസാനം ഈശ്വരനെന്നും ഗുരുവെന്ന രണ്ടില്ല, വിശ്വസിച്ചോർക്കുമ്പോ ഒന്നു തന്നെ. അപ്പൊ അങ്ങനെ വിശ്വസിച്ചു അവസാനം നിങ്ങൾ ആരായി മാറും? ഇല്ല, പിന്നെ ഉപ്പുമാവ കടലിന്റെ ആഴമളക്കാൻ പോയതുപോലെ, ആഴമളക്കാൻ പോയ ഉപ്പുമാവ കടലിൽ ലയിച്ചു തീരുകയാണ്. അപ്പോൾ അവിടെ ലയിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ആ ബോധം നിങ്ങളിൽ ഉണ്ടാവണം. അല്ലാതെ ആരെങ്കിലും പറയുന്നതല്ല കേൾക്കേണ്ടുന്നത്. ഈ പേര് മീ ടു മീ, നിന്നിൽ നിന്ന് നിന്നിലേക്ക്, നിന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ നീ ഇട്ടേച്ച് മറ്റൊരാളിന്റെ ഉപദേശത്തിന് വേണ്ടി പോകാതെ, നിങ്ങൾ ഇതെല്ലാം മാർഗങ്ങളാണ്, നിങ്ങളിലിരിക്കുന്ന ഈശ്വരനിൽ എത്തിച്ചേരാനുള്ള മാർഗങ്ങളാണ് മതങ്ങളും അനുഷ്ഠാനങ്ങളും ക്ഷേത്രങ്ങളുമെല്ലാം എന്നുകൂടി നിങ്ങൾ കൂട്ടിച്ചേർത്ത് വിശ്വസിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ആ വഴിയെല്ലാം മാർഗങ്ങളായി സ്വീകരിച്ചും കൊണ്ട് മീ ടു മീ, നിന്നിൽ നിന്ന് നിന്നിലെത്താൻ നിനക്ക് കഴിയുന്നു എന്ന് ഉറപ്പ് തരിക. ഞാൻ ഉറപ്പ് തന്ന ഗ്യാരണ്ടി തരികയാണ്. നിങ്ങൾ ആ വഴി പോവുകയാണെങ്കിൽ ഇതൊക്കെ ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ 10 പേരായാലും അവരത് കേൾക്കുന്നു എങ്കിൽ, നിങ്ങളിൽ ഒരു മാനസിക മാറ്റമുണ്ടാവുന്നു എങ്കിൽ, നിങ്ങളിത് കൊണ്ടുപോകുന്നു എങ്കിൽ, ഒരാളിനെങ്കിലും ഈ അവസ്ഥയിലേക്ക് കൈപിടിച്ചുയർത്തുക. അതാണ് ധർമ്മ പ്രചരണം. ഒരാളെങ്കിലും ഒരാളിനെ കാടുകയറി ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് അവരെ പിടിച്ചു നിർത്തി അവർക്ക് ഉപദേശം കൊടുത്ത് കൗൺസിലിംഗ് കൊടുത്തു അവരെ ഉദ്ധരിച്ചെടുത്താൽ അതിലപ്പുറം ഒരു മോക്ഷം പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല.
അന്നദാനത്തെക്കായും വലിയൊരു മോക്ഷമാണ് ഒരാളിനെങ്കിലും. ഇപ്പൊ സംഭവിക്കുന്നത് എന്താ? അവരോരോ കാര്യം മാത്രമേ അവരൊരു ചിന്തിക്കുന്നുള്ളൂ. അമ്പലത്തിൽ പോകണമെങ്കിൽ സ്വന്തം കാര്യം, എവിടെ എന്ത് ചെയ്യുന്നെങ്കിലും ലോകത്ത് സ്വന്തം കാര്യം. ഇപ്പം തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഒരു കുടുംബ ജീവിതം നയിച്ച ഒരമ്മയാ. അപ്പം 2-3 മക്കളും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഒരുവിധം തർക്കടില്ലാതെ ജീവിക്കുന്നു. 10-27 കൊല്ലമായി എൻ്റെ ജീവിതം ഞാൻ ഗുരുദേവനെ സമർപ്പിച്ചിട്ട് അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഗുരു ഒരുക്കി തന്ന്. അപ്പം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ബന്ധുക്കളും പലരും ചോദിച്ചിട്ടുണ്ട്, ഈ 2-3 കൊച്ചുങ്ങളും അല്ല 3 മരുമക്കള്, 3 മക്കള്, 5 കൊച്ചുമക്കള്, ഈ 10-11 എണ്ണത്തിന് ഉണ്ട് അവരോടൊക്കെ സന്തോഷിച്ച് ചിരിച്ച് കളിച്ച് ജീവിച്ച് വയസ്സാം കാലത്ത് പോകേണ്ടതിന് ഇങ്ങനെ എന്തിനാണ് ഈ നാട് മൊത്തം നടന്നിട്ട് പ്രചരിപ്പിക്കുന്നത്? അപ്പൊ സമ്പത്തോ ഉണ്ടാക്കാനും പോണില്ല. അപ്പൊ സമ്പത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ പോയിട്ടാണ് നമ്മളെ അമ്മ കുറെ ധനം ഉണ്ടാക്കിക്കൊണ്ട് തന്നെന്ന്. ഇവിടെയോ പ്രതിഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്തുകൊണ്ട് ഒന്നും ഉണ്ടാക്കിയില്ല. ഇവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന്. അപ്പോഴേക്ക് അതോ അങ്ങനെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ചിന്താഗതിക്കാരെ കുറിച്ച് പഠിക്കുകയാണ് ചെയ്തത്. അവരോടൊന്നും ചോദിക്കത്തില്ല, ചോദ്യമില്ല, യുദ്ധമില്ല, ഒന്നുമില്ല. ഞാനിങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോഴും യുദ്ധത്തിന് നിന്നാൽ പിന്നെ അതിനെ സമയമുള്ളൂ, എനിക്ക് മുന്നോട്ട് പോകാൻ സമയം കിട്ടൂല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അതെല്ലാം കേട്ട് ഒരു ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ കളയി. അതിന് ഈ പറയാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കി ആ കാരണങ്ങൾക്ക് മരുന്ന് കൊടുക്കാൻ പരിഹാരം കാണുക എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ നമ്മൾ ചെയ്യേണ്ടുന്നത് എന്താണ്? എന്തുകൊണ്ട് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു, അതിന്റെ കാരണം എന്ത് എന്ന് ശാസ്ത്രജ്ഞനും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ശാസ്ത്ര ആത്മീയതയുടെ അണ്ടറിലാണ്, അവരും മനസ്സിലാക്കുന്നില്ല. അപ്പം ശ്രീകൃഷ്ണനും ശ്രീബുദ്ധനും ശ്രീയേശുവിനും ശ്രീനാരായണ ഗുരുദേവനും ഒക്കെ ശാസ്ത്രം എന്താണെന്നറിയാം. അവരൊക്കെ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരാ. അവരുടെ അണ്ടറിൽ കൂടെ വന്ന ശാസ്ത്രമേ ഇവിടെ ഉള്ളു. അപ്പൊ ശാസ്ത്രജ്ഞന്മാര് വിചാരിക്കുന്നെന്താ? അവരുടെ കുടുംബ സ്വത്താണെന്ന്. അപ്പൊ അതൊന്നും അല്ല. ഈ ശാസ്ത്രം യന്ത്രങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ, ഈ സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഇതിനകത്ത് മോൻ സ്വിച്ച് ഓണാക്കി ഇല്ലെങ്കിൽ ഇതിനകത്ത് പ്രവർത്തിക്കുവോ? അപ്പൊ അവരെന്തുണ്ടാക്കിയാലും ആത്മീയത എന്ന് പറയുന്ന ഒരു ചൈതന്യം, ആ പരമാത്മ സ്വരൂപ ശക്തി ശൂന്യതയിലാണ്. ആ ശൂന്യതയിൽ നിന്ന് ആ ചൈതന്യത്തെ കണക്ട് ചെയ്തില്ലെങ്കിൽ അത് പ്രവർത്തിക്കുമോ എന്ന് നിങ്ങളോട് ചോദിക്കൂ. ആ വഴിയിൽ അത് ആരോട് ചോദിക്കണം? എന്നോട് ചോദിക്കുക. ഞാനല്ല, എന്നോട് ചോദിച്ചാണ് ഞാൻ പഠിച്ചത്. ഗുരുപ്രസാദ് മോനോട് ചോദിച്ചാണ് പഠിച്ചത്. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഇപ്പൊ അവരവരോട് ചോദിക്കുക. അപ്പൊ അവർക്ക് എനിക്ക് കിട്ടിയതിനേക്കാളും കൂടുതൽ മോന് കിട്ടും, മോന് കിട്ടിയതിനേക്കാളും അപ്പുറത്ത് കിട്ടും. ഞാനും മോനും ഒന്നും വലുതും ചെറുതും ഒന്നുമല്ല. അപ്പം മഹാകടലാണ് അറിവ്. ആ കടലിൽ നിന്ന് ഒരു കൈക്കുമ്പിൾ ജലം കുടിച്ചു എങ്കിൽ ആ കടല് പറ്റിപ്പോയില്ല. ആ തോന്നൽ വേണ്ടെങ്കിൽ അഹംഭാവം ഒരിക്കലും ആർക്കും ഉണ്ടാവത്തില്ല. ഇതെല്ലാം അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ, ഇതിന്റെ അർത്ഥവത്തായ പ്രവർത്തനങ്ങൾ എല്ലാം ഞാൻ നവരാത്രിക്ക് പൂജ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ കാരണങ്ങളും അതിന്റെ അർത്ഥങ്ങളും എല്ലാം അതിൻ്റെതായ രീതിയിലാണെങ്കിൽ നാടിനും നാട്ടുകാർക്കും ലോകത്തിനും തന്നെ മുതൽക്കൂട്ടാണ്. അത് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അടുത്തിരുന്ന് ചെയ്തിട്ടില്ല. അർത്ഥവത്തായ ഒരിടമായാലും ഒരു വ്യക്തിയായാലും അവര് വിചാരിച്ചാൽ ലോകം രക്ഷിക്കാൻ കഴിയും. അപ്പൊ ലോകരക്ഷാർത്ഥം പ്രവർത്തിക്കാൻ വന്നവരാണ് നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന ശ്രീകൃഷ്ണനെ, ശ്രീബുദ്ധനെ, ശ്രീയേശുവുമെല്ലാം ശ്രീനാരായണ ഗുരുദേവനും എന്നുമെല്ലാം. അതുപോലെ തന്നെ നമുക്കും പലതും കണ്ടുപിടിച്ച് നമ്മുടെ ഉള്ളിലേക്ക് നോക്കി പരമാത്മ സ്വരൂപ ശക്തിയുടെ കണക്ഷൻ ഏറ്റുവാങ്ങി പലതും ഈ ലോകത്ത് ഇപ്പൊ കാണുന്ന മഹാരോഗങ്ങൾ, ആ കാപട്യം നിറഞ്ഞ ഈ ലോകത്ത് മഹാരോഗങ്ങൾ മാറ്റുവാനുള്ള മരുന്ന് കണ്ടുപിടിക്കാനുള്ള നാം ഓരോരുത്തരും ശ്രമിച്ചിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കണമെന്ന് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. തോനെ പറയാനുള്ള അവസരങ്ങളല്ല. ഇനി മോന് സംസാരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നതോടൊപ്പം ഇത് സഹകരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, വന്നുകൊണ്ടിരിക്കുന്നവരും വന്നിട്ട് പോയവർക്കും എല്ലാം തന്നെ മനഃശാന്തി, കുടുംബശാന്തി, അതുപോലെ രോഗശാന്തി,
അവരെല്ലാം ചെയ്യുന്ന തൊഴിലുകൾക്ക് ഉത്തരോത്തരം വിജയമുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ പ്രസ്ഥാനത്തിന് ആരോഗ്യവും ആയുസ്സും നമ്മുടെ ഗുരുപ്രസാദ് മോന് ഉണ്ടാകട്ടെ. സർവശക്തനായ ദൈവത്തോട് താണുകയാണ് അപേക്ഷിക്കുന്നു. മോന് ഉത്തരോത്തര അറിവും കഴിവും ശക്തിയും സിദ്ധിയും ബുദ്ധിയും കൊടുത്ത് ഈ ലോകത്ത് വലിയൊരു മുതൽക്കൂട്ടായി ഇവരെല്ലാവരും മാറട്ടെ. അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന എല്ലാവരെയും ഞാൻ ശ്രദ്ധിക്കണം. എല്ലാവരും അറിഞ്ഞുകൊണ്ട് ദൈവം മോനിലേക്ക് അടുപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ഇതിൻ്റെതായ രീതിയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം നിങ്ങൾക്ക് അടുപ്പിച്ചു തരും. അതിനാണ് നാം സമർപ്പിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ മുന്നിൽ നിങ്ങളുടെ മനസ്സ് അർപ്പിച്ചു. അപ്പൊ പിന്നെ ദൈവം നമുക്ക് ഇങ്ങോട്ട് തരുന്നത് അന്ന് വരെയുള്ള ആ സമർപ്പണത്തിന് ശേഷം നമ്മൾ എന്താണ് നമ്മുടെ ഭൗതിക ജീവിതം, ആ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളതും ആത്മീയ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളതും പ്രകൃതി ദൈവം നമുക്ക് ദേവിയും ദേവനും നമുക്ക് അടുപ്പിച്ചു തരുമെന്ന് കൂടി ഉറപ്പ് തരികയാണ്. അത് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. നമ്മളൊന്നും അങ്ങോട്ട് ചോദിക്കണ്ട കേട്ടോ, ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കണ്ട. എല്ലാം നമ്മളെ തേടി വരും. പക്ഷേ നമ്മുടെ കർമ്മം ക്ലിയർ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മളെ തേടി വരുമെന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് എൻ്റെ എല്ലാ രീതിയിലും എനിക്ക് വളരെ സന്തോഷമായി. ഇവിടുത്തെ ആത്മീയ ചൈതന്യം, നിങ്ങൾ തന്ന സ്നേഹവും ആദരവിനും എല്ലാം നന്ദി അമ്മ പറയില്ല. സ്നേഹത്തിൻ്റെ പൂച്ചെണ്ടുകൾ മാത്രമാണ് നിങ്ങൾക്ക് എനിക്ക് തന്നിരിക്കുന്ന ആ സ്നേഹത്തിന് മറുപടി തരാനുള്ളത്. സ്നേഹത്തിൻ്റെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നമസ്കാരം. ഹരി ഓം. അഭിവന്ദ്യ ധ്യാന ഗുരു ശ്രീമദ് ഗുരുപ്രസാദ് ജി അവർ, ഏറ്റവും പ്രിയമുള്ള മാതാജി ഗുരുപ്രിയ മാതാജി അവർ, അമ്മയുടെ കുടുംബാംഗങ്ങൾ, പ്രിയ സാധകർ, എല്ലാവർക്കും ഗുരുദാസിൻ്റെ ആത്മപ്രണാമം. ആത്മബോധത്തിൻ്റെ ഒരു പെരുവർഷത്തിന് ശേഷം ഗുരുദാസ് എന്ത് പറയാനാണ്. എങ്കിലും ഗുരുദാസനെ ഏൽപ്പിച്ച ഒരു ദൗത്യം, അമ്മയെക്കുറിച്ച് 2 വാക്ക് പറയണം എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കാൻ തയ്യാറാകുന്നത്. തീർച്ചയായിട്ടും മനുഷ്യന് കീഴടക്കാൻ കഴിയാത്ത മരുത്വ മലയിൽ 4.5 വർഷത്തോളം ആത്മബോധത്തിൻ്റെ സത്ത് തികഞ്ഞ് ആ സത്യം കണ്ടെത്തി ഭഗവാനായി ഈ ഭൂമിയിൽ അവതരിച്ച ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ അപദാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ കൃതികൾ, അദ്ദേഹത്തിലൂടെ അമ്മയ്ക്ക് ലഭിക്കുന്ന ദർശനങ്ങൾ, 33-ാമത്തെ വയസ്സിൽ ആത്മബോധത്തിൻ്റെ നേർസത്യമറിഞ്ഞ ഗുരുവിൽ നിന്നും 39-ാമത്തെ വയസ്സിൽ ആത്മദർശനം ലഭിച്ച അമ്മ വെട്ടിക്കവല പ്രദേശത്ത് മാത്രമല്ല, കേരളത്തിലാകെ ലോകത്തിലാകെ ആത്മബോധത്തിൻ്റെ പ്രസരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വെട്ടിക്കവലയെ കുറിച്ച് പറഞ്ഞാൽ അവിടെ മേലൂട്ട് മഹാദേവനുണ്ട്, കീഴൂട്ട് ശ്രീകൃഷ്ണനുണ്ട്. സംരക്ഷണവും സംഹാരവും നടത്തുന്ന ആ ത്രിമൂർത്തികൾ വിരാജിക്കുന്ന വെട്ടിക്കവലയിൽ ധർമ്മബോധത്തിൻ്റെ പ്രചയിതാവായി അതിൻ്റെ ആത്മജനനം നടത്തുന്ന അമ്മ, ആ അമ്മയുടെ അപദാനങ്ങൾ, അമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്കെല്ലാമുള്ള ഒരു സംശയത്തിൻ്റെ ഉത്തരം കൂടിയാണ് അമ്മ. ഗുരു പറയുന്നത് പോലെ ഏറ്റവും വലിയ ദുഷ്കരമാണ് ഗൃഹസ്ഥ സന്യാസം. ഒരേപോലെ ഗ്രഹത്തിലെ പ്രശ്നങ്ങളും ഭൗതിക വ്യാഘ്രത്തെയും ആത്മീയ അന്വേഷണത്തെയും നേരിട്ട് കൊണ്ടുപോകേണ്ട ഒരവസ്ഥയിലാണ് ഒരു ഗൃഹസ്ഥൻ ജീവിക്കുന്നത്. ആ പിടിവലിക്കിടയിൽ
തൻ്റെ ഗുരുവാണ് വലുത്, തൻ്റെ ഗുരുവല്ലാതെ മറ്റൊന്നുമില്ല ഈ ലോകത്ത് എന്നുറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലെ സത്തയെ കണ്ടെത്തുവാൻ, നമ്മളിലെല്ലാം അടങ്ങിയിരിക്കുന്ന ആ വിശ്വബോധത്തെ തിരിച്ചറിയാൻ ഗുരു പറയുന്നത് പോലെ ഒരു നേർസാക്ഷിയായി നിൽക്കുക എന്ന വലിയ കർമ്മം ഗുരു ചെയ്യുന്നത് പോലെ സൈദ്ധാന്തികമായ ബോധവൽക്കരണത്തിലൂടെയും പ്രായോഗികമായ ഓരോ സത്സംഗങ്ങളിലൂടെയും നമുക്ക് ചെയ്തു തരുമ്പോൾ അതേ കാര്യം തൻ്റെ ആത്മബോധത്തിലൂടെ, ആത്മബോധ ദർശനത്തിലൂടെ, ശ്രീനാരായണ ഗുരുവിലൂടെ, അദ്ദേഹത്തിൻ്റെ തത്വങ്ങളിലൂടെ ഈ ലോകത്ത് മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അഭിവന്ധിയായ മാതാജി ഗുരുപ്രിയ അവർ. ഒരുപക്ഷെ ആ അനർഗള നിർഗളമായി ഒഴുകുന്ന വാഗ്ധാരയിൽ നമ്മൾ ആമഗ്നരാകുമ്പോൾ നമുക്ക് ശ്രവിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറമുള്ള നിത്യസത്യത്തെ ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മൾ ക്ഷമയോടുകൂടി ആ വാക്കുകളിലേക്ക് ഒന്നുകൂടി ഇറങ്ങിച്ചെന്നാൽ അമ്മ പറഞ്ഞത് ഒരേ ഒരു കാര്യം മാത്രമാണ്. ഉള്ളിലെ സത്യത്തെ അറിയുവാൻ ക്ഷേത്രങ്ങളിലൂടെ തീർത്ഥയാത്ര നടത്തിയാൽ മാത്രം പോരാ. തീർത്ഥയാത്ര നടത്തുമ്പോൾ ആ ക്ഷേത്രങ്ങളുടെ ഉള്ളിലിരിക്കുന്ന വിവിധ രൂപഭാവങ്ങളോടുകൂടിയ മൂർത്തികളിലെല്ലാം അടങ്ങിയിരിക്കുന്ന ആ ആത്മസത്യത്തെ, ആ പരമമായ ഈശ്വരീയത്വത്തെ തിരിച്ചറിയുവാൻ അതിനോട് അപേക്ഷിക്കുക കൂടി നമ്മൾ ചെയ്യണം എന്നാണ് അമ്മ പറഞ്ഞതിൻ്റെ സത്ത. തീർച്ചയായിട്ടും നമ്മൾ ഓർത്തിരിക്കുക, ഒരു ഗുരുക്കന്മാരും മഹാപണ്ഡിതന്മാരായിരുന്നില്ല. അവർക്ക് പാണ്ഡിത്യം, അറിവ് ഇതെല്ലാം പകർന്നു കൊടുത്തത് അവരിൽ തന്നെ കുടികൊള്ളുന്ന ആ ആത്മബോധമാണ്. അതുകൊണ്ട് അമ്മയുടെ കൂട്ടുള്ള വലിയ വലിയ സന്യാസി ശ്രേഷ്ഠർ ഈ നമ്മുടെ മീറ്റ് മീ മെഡിറ്റേഷൻ സെൻറ്ററിലെത്തി ഈ മീറ്റ് മീ മെഡിറ്റേഷൻ ധ്യാന കേന്ദ്രത്തെ ധന്യമാക്കുമ്പോൾ അവരോടെല്ലാമുള്ള ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ അഗൈതവുമായ കൃതജ്ഞത കൂടി ഈ അവതരത്തിൽ ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. തീർച്ചയായും അമ്മയ്ക്ക് ഉത്തരോത്തരം ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകുവാനും ആ പ്രചരണം ലോകങ്ങളോളം കാലങ്ങളോളം നിലനിൽക്കുവാൻ നിത്യസത്യം അനുഗ്രഹിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.
ചേർത്തിടുന്നു. ഓരോ വരികളും കോർത്തു കോർത്തങ്ങോ ഞാൻ മാലയായി നിന്നിൽ സമർപ്പിക്കുന്നു. വേറൊരു പുസ്തകമൊന്നും എനിക്കെടുത്ത് ഞാനെടുത്ത് വായിക്കുന്നില്ല. കാരണം എൻ്റെ അനുഭവം വെച്ചാണ് ഞാൻ. പാവങ്ങളാഞ്ജന കോടികളി മായ പ്രപഞ്ചത്തിൽ മായ വിനോദത്തിൽ പാവികളായി മാറിടുന്നു. പാവികൾക്കും മനഃശുദ്ധിയില്ലാത്തോർക്കും ദൈവത്തെ കാണാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇതിനൊരു വാക്ക് വെറുതെ പറയാനുണ്ടോ? ഓ കാരുണ്യമാകും നിൻ വാക്കുകൾ കൊണ്ട്. അപ്പൊ നീ തരുന്നത് എന്തോ മെസ്സേജ് വാക്കുകളാണ്. ഈ വാക്കുകൾ കൊണ്ട് ഞാൻ കീർത്തനമായി പകർത്തിടുന്നു. ഓരോ വരികളും കോർത്തു കോർത്തങ്ങോ ഞാൻ മാലയായി നിന്നിൽ സമർപ്പിക്കുന്നു. അപ്പോൾ ഉണ്ടാവുന്ന അനുഭൂതിയാണ്. എന്തോ മരവിച്ചു, ഏതോ ചൊടിപ്പിച്ചു, എന്തോ എൻ ഉള്ളിൽ തരിച്ചു നിന്നു. ആ അനുഭൂതിയാണ് പറഞ്ഞത്. എന്തോ മരവിച്ചു, ഏതോ ചൊടിപ്പിച്ചു, എന്തോ എൻ ഉള്ളിൽ തരിച്ചു നിന്നു. അപ്പൊ അവിടെ എന്തൊക്കെ സംഭവിച്ചു? ഒരു പുസ്തകവും കയ്യിലെടുത്തില്ല, ഒരു പുരാണ പുസ്തകവും എടുത്തില്ല, അല്ലാത്ത പുസ്തകവും എടുത്തില്ല, ഒന്നും എടുത്തില്ല. എല്ലാം നമ്മളിൽ നടന്ന ഒരു പ്രക്രിയ അല്ലേ? അതെല്ലാം നമ്മളിൽ നടക്കുന്ന ഒരു പ്രക്രിയ തന്നെ. അങ്ങ് സംസാരിച്ച് പോവുകയാണ്. നിങ്ങളെല്ലാം ഇരിക്കുന്ന രംഗങ്ങളൊക്കെ കണ്ടപ്പോൾ അറിയാതെ ഇതോടെ പറഞ്ഞിട്ട് പോയാൽ മതിയെന്നും പറഞ്ഞ ഗുരുദേവരോ ദേവിമാര് മേലിൽ ഇരിക്കുന്നില്ലേ? അവർക്ക് നമ്മൾ ഒത്തിരി ഇഷ്ടമാണല്ലോ, എന്നോട് ഒത്തിരി ഇഷ്ടമാണല്ലോ. കാരണം അവരൊക്കെ പിന്നെ ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാ അവരല്ല. അപ്പൊ ധർമ്മം ആരെങ്കിലും ചെയ്തെങ്കിൽ അവരെ ആയി കോരി തോളയിട്ടുകൊണ്ട് നടക്കും. അപ്പൊ അവർക്ക് പറയാൻ പറ്റുമോ? അവർ പിടിച്ചിരുത്തി പറയുക. കാരണം ഞാനും പെണ്ണ, അമ്മയും പെണ്ണല്ലയോ, നിങ്ങളിരിക്കുന്ന നിങ്ങളും പെണ്ണല്ലയോ. അപ്പം നിങ്ങളറിയേണ്ടുന്ന കാര്യങ്ങൾ അമ്മയ്ക്ക് നേരിട്ട് പറയാൻ പറ്റാത്തതിന് എന്നെ കൊണ്ട് ഇവിടെ പിടിച്ചിരുത്തി ഇപ്പം ചോറ് തിന്നിട്ട് വന്ന് നിങ്ങളുണ്ടതുമില്ല, നിങ്ങളവിടെ പട്ടിണിയായിട്ടിരിക്കുകയും ചെയ്ത് പറയിക്കുകയാണ്. എന്താ സംഭവിക്കുന്നത്? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതാണ് ഈശ്വരൻ. ഈശ്വരനെ കാണാൻ വേണ്ടി നടക്കുക. അതിനാണ് ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ നടന്നു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂമിയിലുമില്ലീശ്വരൻ. എവിടെയാണ് ഈശ്വരന്റെ സുന്ദരാനനം? മണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. എവിടെയാണ് ഈശ്വരന്റെ സുന്ദരാനനം? മണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. അവസാനം എന്നിലേക്കു ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്കു ഞാൻ കടന്നു. അവിടെയാണ് ഈശ്വരന്റെ വാസം, സ്നേഹമാണ് ഈശ്വരന്റെ രൂപം, സ്നേഹമാണ് ഈശ്വരന്റെ രൂപം. അദൃശ്യമായൊരു ശക്തി ആണത്. ആ ശക്തി നിങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ദേവിയാകുന്നു. ആ ചൈതന്യം പുരുഷനിൽ പ്രവർത്തിക്കുമ്പോൾ അത് ദേവനായി മാറും. ഇപ്പം ദേവനുണ്ടോ ദേവിയുണ്ടോ? അപ്പം ദൈവത്തിൻ്റെ നാട് എന്ന് പറയും നമ്മളെ കൊച്ചു കേരളം. ആ കേരളത്തിൽ അയ്യപ്പൻ്റെ പാദസ്പർശമേറ്റ പന്തളം, അതുപോലെ ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശമേറ്റ്, ശങ്കരാചാര്യരുടെ പാദസ്പർശമേറ്റ്, 3 വശത്താലും വെള്ളത്താൽ ചുറ്റിപ്പെട്ട്. പക്ഷേ കേരളത്തിനൊന്നും സംഭവിക്കുന്നില്ല. കേരളം അതുപോലെ സത്യത്തിൽ തൻ്റെ കൂടെ നിൽക്കുന്നു. ഈ കേരളത്തെയാണ് പറയുന്നത് ദൈവത്തിൻ്റെ നാടെന്ന്.
കാരണം പ്രകൃതിയായാലും പ്രകൃതി എല്ലാ വിധത്തിലും ഇവിടുത്തെ ചൈതന്യം. പക്ഷേ ആ ചൈതന്യം അങ്ങനെ നിൽക്കട്ടെ, ഇപ്പോഴത്തെ അവസ്ഥ പിശാചുക്കളുടെ ആഭാസ കേന്ദ്രമായി ഇതങ്ങ് മാറിക്കഴിഞ്ഞു. അതാണ് ഏറ്റവും കൂടുതൽ ദുരന്തം ഈ ലോകത്ത്